ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8D മ്യൂസിക് എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടാക്കാമെന്നാണ്. അതായത് 8D എഫക്റ്റ് ഉള്ള മ്യൂസിക് എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു 8D മ്യൂസിക് ആദ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് കൂട്ടുകാരനോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യാം, അതാകുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ നമുക്ക് 8D മ്യൂസിക് എഫക്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഗൈസ്, എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും മേടിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ പരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്നിട്ട് അതിൽ MT പ്രൊജക്റ്റിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ മീഡിയ എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 30 സെക്കൻഡാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത്ത് അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 30 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട മ്യൂസിക് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മ്യൂസിക്കാണോ നിങ്ങൾക്ക് 8D എഫക്റ്റിലേക്ക് ആക്കേണ്ടത് ആ മ്യൂസിക് സെലക്ട് ചെയ്യുക. എന്നിട്ടത് ഡ്രിം ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ഒരു പോർഷൻ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ഡ്രിം ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾ ആ മ്യൂസിക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ 2 എണ്ണം ആയിട്ടുണ്ടാകും. ഒന്ന് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എടുത്ത മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വോളിയം ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അവിടെ കംപ്രസർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്തിടുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടുള്ള ഒരു 100% അത് റൈറ്റിലോട്ട് 100% ആക്കി ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റായി എടുത്ത ആ ഒരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് കംപ്രസർ ഓൺ ചെയ്യുക. എന്നിട്ട് താഴെയുള്ള 100% ലെഫ്റ്റിലോട്ട് 100% ആക്കി കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സൂക്ഷിച്ച് കാണുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യത്തെ മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് അവിടെ വോളിയം എൻവലൂപ്പ് എന്ന് കാണാൻ സാധിക്കും, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡ്യൂറേഷൻ 0-ൽ വെച്ചിട്ട് അതിൻ്റെ വോളിയം 0 ആക്കി കൊടുക്കുക. അതിനുശേഷം ഡ്യൂറേഷൻ 5 ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വോളിയം 200 ആക്കി കൊടുക്കുക, 200%. അതിനുശേഷം 10 ഡ്യൂറേഷൻ 10-ൽ വെച്ചിട്ട് 0 ആക്കി കൊടുക്കുക. അതിനുശേഷം 15, അങ്ങനെ 5 എന്നുള്ള രീതിയിൽ ഇത് കണ്ടിന്യൂസ് ചെയ്ത് കൊണ്ടുപോവുക. അതിനുശേഷം നമ്മളിനി അടുത്തതായിട്ട് 20-ൽ വെച്ചിട്ട് നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. ഇനി 25-ൽ വെച്ചിട്ട് നമ്മൾ 200% ആക്കണം. ഇനി ഫൈനലായിട്ട് നമ്മൾ 30-ൽ വെച്ചിട്ട് 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി നമ്മൾ അതിൻ്റെ താഴെയുള്ള മ്യൂസിക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ അതിനായിട്ട് രണ്ടാമത്തെ ഈ ഒരു മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം ഡ്യൂറേഷൻ 0-ൽ വെച്ചിട്ട് 200 ആക്കുക. അതിനുശേഷം ഡ്യൂറേഷൻ 5 എത്തിക്കുക. 5 എത്തിച്ചതിന് ശേഷം അത് 0 ആക്കുക. ഇതുപോലെ നിങ്ങൾ നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും മ്യൂസിക് ആവും, നമുക്ക് 8D ആവില്ല കിട്ടുക, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ മ്യൂസിക് ആവും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി 25 ഡ്യൂറേഷനിൽ നമുക്ക് വോളിയം 0 ആക്കി കൊടുക്കാം. ഫൈനലായിട്ട് നമുക്ക് 30 ഡ്യൂറേഷനിൽ നമുക്കത് 200% ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ പണി ഇത്രയേ ഉള്ളൂ. നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ 8D മ്യൂസിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.